കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തി. ഞാനില്ലാതിരുന്നപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്തു പറ്റി, ഇങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നോ, യാത്ര പോയിരുന്നോ, സുഖമില്ലായിരുന്നോ, ഇങ്ങനെയൊക്കെ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോൺ കോൾ, ചേട്ടാ, ചേട്ടൻ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചതാണോ എന്നുള്ളത്. ഞാൻ ആ റേഞ്ചിൽ എൻ്റെ ചിന്ത പോയില്ലായിരുന്നു. പക്ഷേ ഈ വിളിച്ച രസികൻ, അയാളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനും നാമനിർദ്ദേശ പത്രിക കൊടുക്കാനും അത് പിൻവലിക്കാനും ബഹളം, അടിപിടി, എന്തൊരതിക്രമമാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് എന്നെ കാണാനില്ല. അപ്പം ന്യായമായിട്ട് ഇയാൾ വിചാരിച്ചു ഇങ്ങേര് ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള അടിപിടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ അടിപിടിക്കൊന്നും പോയില്ല. പോയെങ്കിൽ ഈ നല്ല ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയില്ല. ആരെങ്കിലും എന്നെ തല്ലിക്കൊന്നേനെ. ഏത് പാർട്ടിയിലാണെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ പോയി നമ്മൾ ഈ പ്രായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കീറ് മേടിക്കും എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. അവിടെ എന്തൊരു വാട്ടിയും ബഹളമാണ് നടക്കുന്നത് എല്ലാ പാർട്ടിയിലും. അപ്പം അതുകൊണ്ട് ഞാൻ ആ വശത്തൂടെ പോയതല്ല എന്ന് മാത്രം നിങ്ങളോട് പറയട്ടെ. ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പത്രികയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ബഹളം ഒക്കെ വരട്ടെ, നമുക്കത് പിന്നീട്, ഇപ്പം മൂത്ത് വരുന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ അടുക്കളയിലെ കാര്യം നോക്കണമില്ല. എൽ പി ജി ദൈവം സഹായിച്ച് ആരുടെയും മുടങ്ങിയിട്ടില്ല. നമ്മുടെ മാത്രമല്ല, ഇന്ത്യ മൊത്തം ഒരൊറ്റ മനുഷ്യൻ്റെ എൽ പി ജി മുടങ്ങിയിട്ടില്ല. വീട്ടിലെല്ലാവർക്കും സിലിണ്ടറുണ്ട്. പിന്നെ സിലിണ്ടറിൻ്റെ ബുക്കിംഗ് അങ്ങ് വർദ്ധിച്ചു. സാധാരണഗതിയിൽ ഇപ്പോൾ ടി വിക്കാരൊക്കെ പറയുന്നത് ഒരു 50 ലക്ഷം സിലിണ്ടറാണ് ഒരു മാസം ബുക്കിംഗ് വരുന്നത്. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 50 ലക്ഷത്തിൻ്റെ ബുക്കിംഗ് പെൻഡിങ് ആയിരിക്കും. അതൊന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തീരും. അപ്പോഴത്തേക്ക് വീണ്ടും ഈ 50 ലക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഖത്തറിൽ നിന്ന് ഗ്യാസ് വരുന്നില്ല, ഹോർമൂസ് കടലിടുക്ക് എന്നൊക്കെ കേട്ട പാടെ ബുക്കിംഗ് അങ്ങോട്ട് കൂടി 90 ലക്ഷത്തിലെത്തി. അപ്പോഴാണ് സർക്കാർ ത്രൂ ജില്ലാ കളക്ടർ അവർ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തു, വെറുതെ ഇങ്ങനെ കയറി ബുക്ക് ചെയ്യരുത്, മാത്രമല്ല 21 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാവുന്ന സിലിണ്ടർ 25 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്താൽ മതി എന്നൊരു ഉത്തരവും പാസ്സാക്കി. എന്നിട്ടും ആളുകൾ ബുക്കിംഗ് നിർത്തുന്നില്ല, ബുക്കിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 90 ലക്ഷമാണ് നമ്മളുടെ ഇപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും 90 ലക്ഷം സിലിണ്ടറിൻ്റെ ബുക്കിംഗ് ഉണ്ടാവും. പക്ഷേ സിലിണ്ടറിന് ക്ഷാമമില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. വീട്ടിലെ സിലിണ്ടർ അങ്ങനെ, ഹോട്ടലിലെ സിലിണ്ടർ, മറ്റ് കാര്യങ്ങൾ കിടക്കുന്ന വാണിജ്യ സിലിണ്ടർ, അതിന് താൽക്കാലികമായി ഒരു ഷോർട്ടേജ് വന്നു. ഞാൻ കൊച്ചിയിൽ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നടന്നൊക്കെ നോക്കി. കുറച്ച് ഹോട്ടലുകൾ പൂട്ടി. അതിൻ്റെ ഉടമസ്ഥന്മാർ, പല ഹോട്ടലുകളുടെയും ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് പുറകിലൊക്കെ ആയിരിക്കും അയാളുടെ വീട്. അപ്പോൾ ചോദിച്ചു, എന്താ ചേട്ടാ, ഗ്യാസ് ഇല്ല സാറേ, അതുകൊണ്ടാണ്. ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു, അത് ഇന്നലെ രാത്രി കൊണ്ട് തീർന്നു. ഇന്നിപ്പം ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഗ്യാസ് വരുന്നേ ഉള്ളൂ, ഈറോഡെന്നും സേലത്തൊന്നും കണ്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിയുമ്പം എനിക്കും തരും, എല്ലാവർക്കും കിട്ടും, എനിക്കും തരും. അതുവരെ ഗ്യാസ് ഇല്ലാതെ പിന്നെ ആ ഒരു 4-5 മണിക്കൂർ നേരത്തേക്കായിട്ട് വിറക് സംഘടിപ്പിച്ച് വിറകടുപ്പുണ്ടാക്കി എന്തിനും എപ്രാളം. ഒരു 4-5 മണിക്കൂർ എനിക്കും വിശ്രമിക്കാം, എൻ്റെ ജോലിക്കാർക്കും വിശ്രമിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും കൂട്ടിയിരുന്നു. ചിലരൊക്കെ അപ്പോഴും തുറന്നിരുന്നു. ചിലരുടെ അടുത്ത് വാണിജ്യ സിലിണ്ടർ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കടകളൊക്കെ ഒരു സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരുവൊന്നുമില്ല. അവർക്ക് ഈ പറയുന്ന പോലെ സിലിണ്ടറിൻ്റെ ബാങ്ക് ഒന്നുമില്ല. 10-20 സിലിണ്ടർ വയ്ക്കുക, അത് കോമൺ ആയിട്ട് ഘടിപ്പിക്കുക, അങ്ങനെയുള്ള വലിയ അടുക്കളയും സെറ്റപ്പും ഒന്നും അല്ലെന്ന്. ചെറിയ ചെറിയ കടകളാണ്. ചായ, പരിപ്പുവട, ഉഴുന്നുവടയൊക്കെ. ചിലർ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 പേർക്കുള്ള ഊണ്, അതിൽ കൂടുതൽ കസ്റ്റമേഴ്സും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ടാണ് പോകുന്നത്. ഇന്നിപ്പം ഞാൻ പതുക്കെ രാവിലെ ചുറ്റി നടന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ
ഏകദേശം എല്ലാ ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം തുറക്കാതെ കിടക്കുന്നത് അവരുടെ ജോലിക്കാർ ഏതായാലും സിലിണ്ടറിലില്ല, ഞാനിന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയവരാണ്. അവരിപ്പോൾ വരും, 2 ദിവസം കഴിയുമ്പോൾ വരും, അവർ തുറക്കും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഞാനിത് ഇത്ര വിശദമായിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കോൺഗ്രസ് സുഹൃത്ത്, അയാൾ ആകെ വിഷണ്ണനായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് തെരഞ്ഞെടുപ്പ് കാലം, എൻ്റെയും മനസ്സിലത് പോയി. ഇനി വല്ല സീറ്റിനും മോഹിച്ചിട്ട് ഇയാൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല, അതിൻ്റെ നിരാശയോ ഒക്കെ ആയിരിക്കും. ഇനി വല്ല ആത്മഹത്യയോ വല്ലതും ചെയ്യുമെന്ന് എനിക്കും ഒരു പേടിയുണ്ട്. കാരണം ഈ രാഷ്ട്രീയ മോഹം കയറി കഴിഞ്ഞാലുണ്ട് മനുഷ്യന് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇഷ്ടം, എന്ത് പറ്റി ഇങ്ങനെ ആണ്ടി കളഞ്ഞ അണ്ണാനെ പോലെയോ അതോ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയോ ഇരിക്കുന്നല്ലോ എന്ന്. പുള്ളി പറഞ്ഞു, എൻ്റെ മോഹൻദാസ് ഒന്നും പറയണ്ട, എനിക്ക് പറ്റിയത് ഞാൻ മനോഹരമായൊരു സ്വപ്നം കണ്ടു. അത് സ്വപ്നമാണെന്നറിഞ്ഞ് സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നു പോയി. എന്താ ഇത്ര വലിയ സ്വപ്നം? ഞാൻ കണ്ട സ്വപ്നം ചില്ലറയല്ല. ഇന്ത്യ മൊത്തം ഗ്യാസ് ഷോർട്ടേജ്, ഗ്യാസ് സിലിണ്ടറും തലയിൽ വെച്ച് കോടിക്കണക്കിന് വീട്ടമ്മമാർ റോഡിലിറങ്ങി നിൽക്കുന്നു. നരേന്ദ്രമോദി ഇറങ്ങി വാടാ തൊരപ്പ, ഗ്യാസ് താടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ ബഹളം. അതുകൂടാതെ ആൺ പെണ്ണ് ജെൻസി കലാപം. ആ കലാപത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മമതാ ബാനർജി. അവരുടെ അത്രയും വീര്യം വേറെ ആർക്കുമില്ല. മമതാ ബാനർജി നിൽക്കുന്നു, പിണറായി വിജയൻ നിൽക്കുന്നു, സ്റ്റാലിൻ തലയിൽ വട്ടക്കെട്ടും കെട്ടി നിൽക്കുന്നു, അങ്ങനെ പലരും, കേജ്രിവാൾ, അവർ സകല വാളും കത്തിയും കോടാലി ഒക്കെ ആയിട്ട് തുരപ്പന്മാർ മുഴുവൻ റോഡിലിറങ്ങി നിൽക്കുകയാണ്. എല്ലാവരുടെയും ലക്ഷ്യം മോദിയാണ്. ഈ ജനക്കൂട്ടം അങ്ങ് എരച്ച് കയറി. എവിടെ? നമ്പർ 7 ലോക് കല്യാൺ മാർഗ്, അതാണ് മോദി താമസിക്കുന്ന വീട്. എരച്ച് കയറി സകലത അടിച്ച് നിരപ്പാക്കി മോഡിയെ വലിച്ച് റോട്ടിലിട്ട് ചവിട്ടി പച്ചമടൽ വെട്ടി നല്ല അടി വെച്ച് കൊടുക്കുന്ന നേരത്താണ് ഞാൻ ചാടി എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ സ്വപ്നം പൊളിഞ്ഞു പോയില്ലേ. എന്ത് ചെയ്യും? എനിക്ക് ആകെ നിരാശയായി. ഞാൻ ഈ മോദിയെ ഇവർ തല്ലിക്കൊല്ലുന്ന കണ്ട് സന്തോഷിക്കാൻ കാത്തു നിന്നാണ്. ഇതിനിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് പോയി. അങ്ങനെ സുന്ദര സ്വപ്നം പൊലിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. പഴയൊരു സിനിമാ പാട്ടുണ്ട്, സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചെറുവുകൾ വീശി പ്രത്യൂഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി എന്ന് പറഞ്ഞൊരു പാട്ട് പാടുന്നല്ലേ. അല്ലാതെ നീയൊക്കെ വിചാരിക്കുന്ന ഒരു കിഴങ്ങും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ രാഹുൽ ഗാന്ധി ഈ നമ്പർ കൊണ്ടൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് രാജ്യസ്നേഹത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അന്തസ്സുള്ളൊരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ കഴിയാം. അതിനുള്ള തലേവിധി നിങ്ങൾക്കില്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവ് ആ ചെറുക്കനില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാൻ ശീലിക്കുക. നമശിവായ എന്ന് ജപിച്ച് കിടക്കുക രാത്രി കിടക്കുമ്പോൾ. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇതിൽ വേറൊരു അത്ഭുതമാണ്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഇൻ്റർനാഷണൽ പ്രശ്നമാണല്ലോ. ഞാൻ കാര്യങ്ങളുടെ ഗൗരവം കുറച്ച് കാണുകയല്ല. ഈ യുദ്ധം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സർവസംഹാരകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെയാണെങ്കിലും. ഇപ്പോൾ ട്രംപ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 5 ദിവസം ഇന്നോ നാളെയോ മറ്റാണ് തീരുന്നത്. ഞാനത് എണ്ണാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കക്ഷി പറയുന്നതിന് യാതൊരു വ്യവസ്ഥയോ വെള്ളിയാഴ്ചയോ ഒന്നുമില്ല. വെടിനിർത്തി എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും വെടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ട്, ഇറാൻ തിരിച്ച് ഇസ്രായേലിനെയും പിന്നെ ബഹ്റിനെയും ദുബായിയെ UAE സൗദി കണ്ണി കണ്ടവരും മുഴുവൻ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇറാൻ്റെ 90% മിസൈലുകളും നശിപ്പിച്ച് കഴിഞ്ഞു എന്ന് നെതന്യാഹു. അപ്പോൾ ബാക്കി 10% ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ. 10% ഇതാണെങ്കിൽ അവൻ്റെ 100% എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ചുമ്മാ ചാറുപുറ പിള്ളേർ മാവേലെറിയുന്ന പോലെയാണ് അയാൾ മിസൈൽ വിടുന്നത്. ആരുടെ തല വീഴുന്നു എന്താണെന്ന് നോട്ടമൊന്നുമില്ല. അതും ഒരു ടാർഗറ്റിന് ഒരു മിസൈലൊന്നുമല്ല, ഒരു 10 മിസൈൽ വിടും. കൊണ്ടത് കൊണ്ടു, കൊള്ളാത്തത് പോയി. ഇങ്ങനെയാണ് ഇറാൻ ചെയ്യുന്നത്. ഇത്രയധികം മിസൈൽ ധൂർത്തടിക്കാൻ മാത്രം അവരുടെ കയ്യിൽ മിസൈലുണ്ടോ?
തീർന്നു തീർന്നു എന്ന് ട്രംപും പറയുന്നു, നെതന്യാഹുവും പറയുന്നു. പക്ഷേ ഇത് തീരുന്നില്ല. അപ്പോൾ ഇറാൻ ഈ പലരും പറഞ്ഞ പോലെ ചെറിയ മീനൊന്നുമല്ല, അവരുടെ കയ്യിൽ നല്ല മുതലുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്നെൻ്റെ ദൈവമേ ഇറാനിൽ ഭൂമി കുലുക്കം. ഇത് നേരത്തേക്ക് ഇത് വാർത്തയില്ല, കാരണം ഇറാനിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുങ്ങുന്നത് ജാതി ഒരു ഭൂമിയാണ് ഇറാനിൽ. അതുകൊണ്ട് ഇറാനിൽ ഭൂചലനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഇറാൻ, തുർക്കി, ഇവിടെയൊക്കെ ഭൂചലനത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇറാനിൽ ഭൂചലനം, അതുകൊണ്ട് എന്താ പെട്ടെന്നാണ് ആളുകൾക്ക് ഓർമ്മ വന്നത് ഈ ഭൂചലനം നടന്ന സ്ഥലം ഇച്ചിരി മോശപ്പെട്ട സ്ഥലമാണ്. ആണവായുധം നിർമ്മിക്കാനുള്ള പ്ലാൻ നടക്കുന്നത് അവിടെയാണ്. അപ്പം ഇസ്രായേൽ ഇപ്പോൾ പറയുന്നില്ലേ 460 ഗ്രാം യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട്. ആ യുറേനിയം വേറെ ഏതെങ്കിലും ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് കൈമാറണം. അതാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ ഡിമാൻഡ്. ഈ 460 ഗ്രാം 4.5 കിലോ 4.5 കിലോ യുറേനിയം ഒളിച്ചു വയ്ക്കാൻ ഇത്ര വലിയ പാടാണ്? ഒരു പാടുമില്ല ഒളിച്ചു വയ്ക്കാം. പക്ഷേ ഇത് ബോംബാക്കി മാറ്റാനുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് ഒരു 10 നില കെട്ടിടം 20 എണ്ണം വയ്ക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഇത് ബോംബാക്കി മാറ്റാൻ പറ്റുള്ളൂ. സാധനം ചെറുതാണ്, പക്ഷേ ഇത് ബോംബാക്കണമെങ്കിലുള്ള സംവിധാനം, അതുണ്ടാക്കാനുള്ള ബിൽഡിങ്, ഫാക്ടറി ഇതൊക്കെ കെട്ടി വരുമ്പോഴത്തേക്ക് 10 നിലയുള്ള ഒരു 10 കെട്ടിടം ഉണ്ടാക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ. അത് തന്നെ ഭൂമിക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ തകർത്ത് കളയും. അതുകൊണ്ട് ഭൂമിക്ക് അടിയിൽ വയ്ക്കും. ഭൂമിക്കടിയിൽ ഇത് പണിഞ്ഞു തീരുന്നു എന്നാണ്. ഇതൊക്കെ ഇറാന് ബോംബുണ്ടാക്കാനുള്ള പരിമിതികളാണ്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ പോലും ഈ ഭൂമി കുലുക്കം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു ഇത് ആശാൻ ഭൂമിക്കിടയിൽ നടത്തിയ ആദ്യത്തെ പരീക്ഷണമാണ്, നിങ്ങൾ നോക്കിക്കോ. ഇനിയിപ്പോൾ അതിൻ്റെ റേഡിയേഷൻ എത്രയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഫൈനലി അത് ബോംബാണോ അതോ വെറും ഭൂമി കുലുക്കമാണോ എന്ന് തീരുമാനിക്കുക. ഏതായാലും ആൾക്കാർ ഒന്ന് ഞെട്ടി ഇറാൻ്റെ കപ്പാസിറ്റി കണ്ടിട്ട്. ഇനി അവരുടെ ആറ്റം ബോംബ് ഉണ്ടാക്കി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞോ അത് പറഞ്ഞില്ല. അപ്പോൾ അതിനിടയ്ക്ക് ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു 15 പരിപാടിയാണ് പുള്ളി മുന്നോട്ട് വെച്ചത്. ഈ 15 ആദ്യത്തത് ഈ യുറേനിയം കൈമാറണം, 2 ബോംബ് ഉണ്ടാക്കരുത്, 3 നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള ന്യൂക്ലിയർ റിയാക്ടർ അത് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, അമേരിക്ക ഉണ്ടാക്കിത്തരാം, നിങ്ങളുടെ പ്രോക്സികളെയൊക്കെ പിരിച്ചുവിടണം. ആര്? ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസ്, TTP, ചപ്പ് ചവറ് ഇതിനെയൊക്കെ പിരിച്ചുവിടണം. നടക്കുന്ന കാര്യമല്ലേ? ഇറാൻ പറഞ്ഞു പോയി പാട് നോക്കണം, ഞാൻ നിൻ്റെ ഒരു കണ്ടീഷൻ, ഞാൻ ചില കണ്ടീഷൻ അങ്ങോട്ട് വയ്ക്കാം. ഇറാൻ പറഞ്ഞു ഇനി മേലിൽ എൻ്റെ മേത്ത് തൊടുകില്ല എന്ന് നീ എഴുതി തരണം. അതിന് ലോകരാജ്യങ്ങൾ ഗ്യാരണ്ടി നിൽക്കണം. നമ്പർ 2, ഇതുവരെ നീ എൻ്റെ നാട്ടിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് മുഴുവൻ നഷ്ടപരിഹാരം തരണം. ബാക്കി കാര്യം പിന്നീട് ആലോചിക്കാം. ന്യൂക്ലിയർ വീക്ലിയർ എന്ന് സംസാരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ല. ഇതാണ് ഇറാൻ്റെ നിലപാട്. വാസ്തവത്തിൽ ഇറാൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നിസ്സാര അടിയാണ് അടിച്ചത്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇറാൻ്റെ കുറേ ഭക്തന്മാർ ഇങ്ങനെ ഇറാൻ കണ്ടില്ല ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്ത് പിടിച്ചു നിൽക്കുന്നതാണ്? ആകെ സകല പാലങ്ങൾ, ബിൽഡിങ്സ്, ഈ ഗസയിൽ ഹമാസിനെ ഓടിക്കാനായിട്ട് ഇസ്രായേൽ കിളച്ച് മറിച്ചില്ലേ, ആ പരുവത്തിലേക്ക് ഇറാനെ കൊണ്ടുവരികയാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ. നിസ്സാര നാശനഷ്ടങ്ങളല്ല ഇറാൻ ഉണ്ടാകുന്നത്. ഇറാൻ ആകെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? നിഷ്കളങ്കരായ ഗൾഫ് കൺട്രീസിനെ ആക്രമിച്ചിട്ടാണ് ഇറാൻ തൻ്റെ മഹത്വം കാണിക്കുന്നത്, ശ്രദ്ധിച്ചില്ല. അല്ലാതെ ഇറാന് സാരമായിട്ട് ഇസ്രായേലിനെയോ അമേരിക്കയെ ഒട്ടുമോ ആക്രമിക്കാനൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇറാൻ ചെയ്യുന്നത് എന്താ? വഴിയെ പോയ പാവം ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, സൗദി അറേബ്യ ഇവനെ കയറി തല്ലുക. ഈ പാവങ്ങൾ അവർക്ക് തല്ലിയ ശീലമില്ല. അവർക്കവിടെ ഉള്ളത് അമേരിക്കൻ ബേസാണ്, അമേരിക്ക നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ടീമാണ്. സുഖലോലുപന്മാരാണ്, നല്ല കാശുകാരാണ്. അപ്പോൾ അവർക്ക് അടി കിട്ടി കഴിഞ്ഞപ്പോൾ അവർ ഇതെന്ത് കൊണ്ടായിരുന്നു നമ്മുടെ നേർക്ക് വരുന്നത്? അല്ലാതെ നീ അമേരിക്കയുടെ ബേസ് അവിടെയുണ്ട്, ബേസ് ഉണ്ടെങ്കിൽ നീ ബേസിന് നേർക്ക് മിസൈൽ അയക്കണം, എൻ്റെ നേർക്ക് എന്തിനാണ് അയക്കുന്നത്? അതിന് ഇറാനും മറുപടിയില്ല. ഇറാൻ പറയുന്നത് ഞാൻ കണ്ണി കണ്ടവരെ എല്ലാം തല്ലും, കാരണം എനിക്ക് അമേരിക്കയെ തല്ലാൻ നിർവാഹമില്ല. അതുകൊണ്ട് കയ്യെത്തണ്ടേ? കയ്യെത്തും ദൂരെ അല്ല അമേരിക്ക. അതുകൊണ്ട്
ഞാൻ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നവർ അടിക്കുന്നു. അതാണ് ഇറാൻ ഞാനങ്ങനെ അടിക്കുമ്പോൾ ലോകം മുഴുവൻ ഇളകും, എല്ലാവരും ഈ പ്രശ്നത്തിൽ ഇടപെടും. അങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇറാൻ്റെ ലോജിക്ക്. ഇതിന് ലോകരാജ്യങ്ങൾ തയ്യാറല്ല. ലോകരാജ്യങ്ങൾ തിത്തോതാരം പറഞ്ഞ് നിൽക്കുകയാണ്, നമ്മളടക്കം. നമുക്കെന്ത് കാര്യം ഈ പണ്ടാരത്തിൽ കൊണ്ടുപോയി തലവയ്ക്കാൻ? ഗൾഫ് ഓഫ് ഹോർമോസ് കടലിടുക്ക് ഇയാൾ ബ്ലോക്ക് ചെയ്തു, ഇറാൻ ബ്ലോക്ക് ചെയ്ത് നരേന്ദ്രമോദി വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമ്മുടെ കുറച്ച് കപ്പൽ അവിടെ തടച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കടത്തി വിടണമല്ലോ. ഓ, ചേട്ടൻ്റെ കപ്പൽ ഇവിടെ കിടപ്പുണ്ടല്ലേ, അത് പോട്ടെ, ഇന്ത്യയുടെ കപ്പൽ വിട്. റഷ്യ ഫോൺ ചെയ്തു, റഷ്യയുടെ കപ്പൽ വിട്. ചൈന ഫോൺ ചെയ്തു, ചൈനയുടെ പോട്ടെ, വിട്. അപ്പോൾ റഷ്യയായി, ചൈനയായി, ഇന്ത്യയായി. അപ്പോൾ പാകിസ്ഥാനൊരു മോഹം, എൻ്റെ ലിസ്റ്റിൽ ചേട്ടാ എൻ്റെ കപ്പലും വിടണം. ശരി, ലിസ്റ്റിൽ പാകിസ്ഥാൻ്റെയും പേര് ചേർത്തിട്ട് പാകിസ്ഥാൻ്റെ സെലിനോ സിസിലിയോ അങ്ങനെ ഒരു കപ്പൽ, ഈ കപ്പൽ കൊണ്ട് കടലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ IRGC പറഞ്ഞു, വെടിവെച്ച് തീർത്ത് കളയും ഞാൻ, പോടാ അവിടുന്ന്, തിരിച്ചു പോടാ, വണ്ടി എടുത്തുകൊണ്ട് പോടാ. ചേട്ടാ എൻ്റെ പേര് ലിസ്റ്റിലുള്ള, ലിസ്റ്റിൽ പല പേരൊക്കെ ഉണ്ട്, നിന്നെ ഇപ്പോൾ വിടുന്നില്ല, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിന്നെ ഞങ്ങൾ നോക്കി വെച്ചതാണ്, പിന്നെ പോട്ടെ, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നീ കപ്പലും തിരിച്ച് നേരെ വന്ന സ്ഥലത്തേക്ക് പോക്കോ, ഈ ഏരിയയിൽ കണ്ട മുട്ടുകല്ല് ഓടിക്കും, ഞാൻ പോടാ. ഓടിച്ചു. പാകിസ്ഥാൻ അങ്ങനെ വിഷണ്ണരായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രൊപ്പോസൽ ആകാശത്ത് നിന്ന് വരുന്നു. ഈ ഗൾഫ് വാർ യുദ്ധം നിർത്താനായിട്ടുള്ള ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്റ്റാറ്റസ് മധ്യസ്ഥനല്ലേ, മധ്യസ്ഥത വഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഇന്ത്യയിൽ എല്ലാവരും കൂടെ ഇതാണ് എനിക്കറിയാൻ മേലാത്തത്. കേട്ട വാതി കേൾക്കാത്ത വാതി നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നത് കണ്ടില്ലേടോ, പാകിസ്ഥാൻ മധ്യസ്ഥരായി തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. മോദി പറഞ്ഞു, ഞാൻ മധ്യസ്ഥനാകാൻ ഇല്ല. കാരണം ട്രംപ് മോദിയെ വിളിച്ചിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. ട്രംപ് മോദിയെ വിളിച്ചു, എന്ത് പറഞ്ഞു, തമ്മിലെന്ത് സംസാരിച്ചു എന്ന് പറയാൻ പറ്റില്ല. മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു, ഇങ്ങനെ ട്രംപ് ഏട്ടൻ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു സമാധാനത്തിൻ്റെ കൂടെ ഞാനുണ്ട്, എസ്കലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എങ്ങും തൊടാതെ ഒരു മെസ്സേജ്. ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, എന്നാൽ പിന്നെ ആണോ അല്ല, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്ന ഒരു മെസ്സേജ് ഇട്ട് മോദി തടി കഴിച്ചിലായി. കാരണം ഇതിൻ്റെ നടുക്ക് മധ്യസ്ഥനാവേണ്ട കാര്യം നമുക്കില്ല. ആരെ പറഞ്ഞ് എന്ത് ബോധ്യപ്പെടുത്താനാണ്? ആർക്കാ ഇത് അറിഞ്ഞുകൂടാത്ത? വാസ്തവത്തിൽ നോക്കി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം എന്താ? ഇറാനിലെ എണ്ണയാണ്. വെനിസുലയിൽ എന്തായിരുന്നു അമേരിക്കയുടെ താല്പര്യം? വെനിസുലയുടെ എണ്ണയായിരുന്നു. അതിനാണ് മദൂറോയെ പിടിച്ചുകൊണ്ട് പോയത്, അല്ലാതെ ജനാധിപത്യമല്ല, മണ്ണാങ്കട്ടയല്ല. ഇറാനിൽ എന്താ താല്പര്യം? ഇറാൻ വലിയൊരു എണ്ണ സംഭരണ കേന്ദ്രമാണ്, അത് പിടിച്ചെടുക്കുക, ലോകത്തെ എണ്ണയുടെ നിയന്ത്രണം തൻ്റെ കയ്യിലാകുക. പിന്നെ അത് കഴിഞ്ഞാലുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ ഇവിടെ റഷ്യയിലൊക്കെ ഉള്ളതാണ്, അതിൻ്റെ കൺട്രോൾ ഏതായാലും കിട്ടാൻ പോകുന്നില്ല. ചൈനയ്ക്കാണെങ്കിലും വലിയ ഓയിൽ ഡെപ്പോസിറ്റ് ഇല്ല, ഉണ്ട്, അവരുടെ സ്വന്തം ഡെപ്പോസിറ്റ് ഉണ്ട് അവർക്ക് കേട്ടോ, പട്ടണിക്കാരൊന്നുമല്ല. പക്ഷെ കൂടുതലും അവർ പുറത്തുനിന്നാണ്, ഇറാനിൽ നിന്നാണ്. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയെ ബ്ലോക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ലോകത്തെ ഓയിൽ റിസർവിൻ്റെ മാക്സിമം തങ്ങളുടെ പരിധിയിലാക്കുക, ചൈനയെ തങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറ്റുക. ഇതാണ് അമേരിക്കയുടെ ഡിസൈൻ. അല്ലാതെ ഇറാൻ ആണവ നിലയമോ അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുക ചെയ്യുന്നതൊന്നും അമേരിക്കയ്ക്ക് ഒരു സൂക്കേടുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അമേരിക്കയ്ക്ക് വല്ല സൂക്കേടുണ്ടോ? പാകിസ്ഥാൻ്റെ കയ്യിൽ, ഇസ്ലാമിക ശക്തികളുടെ കയ്യിൽ അണുബോംബ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലോ എന്നുള്ളത് ശരി, പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുള്ളത് അമേരിക്കയ്ക്ക് അറിഞ്ഞൂടെ? എന്താ പാകിസ്ഥാനെ ആക്രമിക്കാത്തത്? അപ്പോൾ അണുബോംബല്ല വിഷയം. ഇറാനൊരു അണുബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചുക്കാണ്. എത്രയോ പേര് ഉത്തര കൊറിയയുടെ കയ്യിൽ അണുബോംബ് ഇരിക്കുന്നു, ആരും അവൻ്റെ മെക്കിട്ട് കയറുന്നില്ല. ആ ഒരു പ്രാന്തനുണ്ടല്ലോ, എന്തോ കിം ജോങ് ഉൻ, അയാളുണ്ട് ഈ സാധനം, ആർക്കും ഒരു കുഴപ്പമില്ല. ഇറാൻ ഉണ്ടാക്കുമ്പോൾ മാത്രം കുഴപ്പമുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് എണ്ണയാണ് നോട്ടം.
ആറ്റം ബോംബൊന്നുമല്ല. എന്നാൽ ഇസ്രായേലിന് അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെ നോട്ടം ആറ്റം ബോംബാണ്. ഇസ്രായേലിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ ഒരാണവശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. ഇസ്രായേലിന് തുടച്ചു നിൽക്കും. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നാണ് ഖമനയി ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഈ ബോംബ് ഉണ്ടാക്കും, നിന്റെ തലയിൽ ഇടാനാണ്, നിന്റെ തലയിൽ മാത്രം ഇടാനാണ്, വേറെ ആരുടെയും തലയിൽ ഇടാനല്ല. ഇങ്ങനെ തഹസീൽദാർക്ക് സത്യവാങ്മൂലം കൊടുക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞാണ് ഖമനയി. അന്ന് പോയ ഉറക്കമാണ് ഇസ്രായേലിൻ്റെ. ഇസ്രായേൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. കാരണം ഇവനിതുണ്ടാക്കും, ഇവനിത് ഞങ്ങളുടെ തലയിൽ ഇടുകയും ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ദേ ആർ റിയലി കൺസേൺഡ് അബൌട്ട് ന്യൂക്ലിയർ ബോംബ്. അമേരിക്കയെ പോലെയല്ല, അവർക്ക് ന്യൂക്ലിയർ ബോംബ് തന്നെയാണ് നോട്ട്. അതുകൊണ്ട് അവർ അമേരിക്കയോട് പറഞ്ഞു, ചേട്ടൻ എന്ത് കണ്ടീഷനൊക്കെ ഒപ്പമാണെങ്കിലും വെച്ചു, ആ 460 ഗ്രാം അവിടെ നിന്ന് മാറ്റണം, അവിടുത്തെ ഈ ബോംബ് നിർമ്മാണ ഫാക്ടറി അതും നശിപ്പിക്കണം. അപ്പോൾ അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് ആരെങ്കിലും ഭരിക്കാതിരിക്കുകയോ എങ്ങനെയോ മുടിയട്ടെ. ഇതാണ് അവരുടെ. നമ്മൾ ഈ ബാക്കി ലോകരാജ്യങ്ങൾ, പത്രങ്ങൾ അത് പറഞ്ഞു, ഇത് സ്റ്റീവ് വിറ്റ്കോഫ് പോയി, ജെറാൾഡ് കുഷ്ണർ പോയി, അത് 110 വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക സംഭവഗതികൾ. പത്രവാർത്തയും സംഗതിയൊന്നുമില്ല, നടന്ന സംഭവങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആളുകളുടെ താല്പര്യം മനസ്സിലാവും. ട്രംപ് ഇപ്പോൾ സമയം കൂട്ടി ചോദിച്ചിരിക്കുന്നു, അയാളുടെ കപ്പലുകൾ ആളുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. 5 പടക്കപ്പലുകൾ വീണ്ടും, പടക്കപ്പൽ എന്ന് പറഞ്ഞാൽ വലിയ ബ്രഹ്മാണ്ടമാണില്ല, 7-ാം കപ്പൽപ്പട, 6-ാം കപ്പൽപ്പട എന്നൊക്കെയാണ് കപ്പൽപ്പടകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 2500 ഉണ്ട്, 3000 ഉണ്ട്, 4500 ഉണ്ട് ആൾക്കാർ മറൈൻസാണ്, അങ്ങനെയാണ്, വലിയ തേങ്ങ കൊതിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ വരാൻ ഇച്ചിരി സമയമെടുക്കുന്ന മാത്രമല്ല, ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ 4 എണ്ണം വിട്ട് കഴിഞ്ഞാൽ വെട്ടുപിഴച്ച് ഒരെണ്ണം വീണാൽ ഒരു കപ്പലങ്ങ് തീർന്നു പോകും. രൂപ എത്രയാണ് നഷ്ടമെന്നറിയാം. ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു കപ്പൽ ഇസ്രായേൽ ഹൈഫ തുറമുഖം കൊണ്ടുപോയി ഇട്ടു. ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, പുറത്തു പറയാൻ കൊള്ളില്ല. അതിൽ 350 ടോയ്ലറ്റുണ്ട്. അതിൽ 150 ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി 200 ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നില്ല. 350 വേണ്ടെടുത്ത് 150 വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി 200 എണ്ണം പൂട്ടിക്കിടക്കണം, മെയിൻ്റനൻസ് ആണ്. ആ കപ്പലിൽ പട്ടാളക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? മനുഷ്യനുണ്ട് തെമ്മാടിത്തരം. ഒടുവിൽ അവിടുന്ന് കപ്പൽ വലിച്ച് ഏതോ ഐലൻഡിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ് ജെറാൾഡ് ഫോർഡിന് റിപ്പയർ വലിയ കാര്യമൊന്നുമല്ല. പ്ലംബറും ഇലക്ട്രീഷ്യനും പാർട്ടിയൊക്കെ വരണം ആദ്യം. അവർ വന്നിട്ട് ഈ കക്കൂസ് ശരിയായി കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് കപ്പൽ വിട്ട് വീണ്ടും ഹൈഫയിൽ വന്ന് കിടക്കാൻ. വലിയ അമേരിക്കയാണ്, പുറത്ത് പറയാൻ കൊള്ളുന്നില്ല. ഞാനീ പറയുന്ന നുണയൊന്നുമല്ല. നിങ്ങൾ ഇൻ്റർനെറ്റ് പതുക്കെ പരതി കഴിഞ്ഞാൽ ഈ വാർത്ത കിട്ടും. ജെറാൾഡ് ഫോർഡിന് എന്ത് സംഭവിച്ചു? സെർട്ടൻ ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്നൊക്കെ പറയും. ഗ്ലിച്ചൊന്നുമല്ല, കാക്കൂസ് വർക്ക് ചെയ്യണില്ല. ഇത് തന്നെ ജെറാൾഡ് ഫോർഡിന് പറ്റി. ഇവർ അമേരിക്കയുടെ വലിയ വലിയ ആയിരുന്നു. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയല്ല. മെയിൻ്റനൻസിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ കപ്പൽ പട തന്നെ യൂസ്ലെസ് ആയിപ്പോകും. അതാണ് അമേരിക്കയ്ക്ക് സംഭവം. അപ്പം അമേരിക്കയ്ക്ക് കുറച്ച് സമയം വേണം തയ്യാറെടുക്കാൻ. ഇതാണ് ട്രംപ് എപ്പോഴൊക്കെ സമാധാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം പുള്ളി യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങേരെ യുദ്ധത്തിന് വേണ്ടിയാണ് തയ്യാറെടുപ്പ്. അങ്ങേരത് ചെയ്യും, നെതന്യാഹു അത് ചെയ്യും, ഇറാൻ തിരിച്ചു ചെയ്യും, ഈ യുദ്ധം നീണ്ടുപോകും. നമ്മളാകെ ചെയ്യേണ്ടത് നമ്മളുടെ തടി കഴിച്ചിലാക്കുക എന്നുള്ളതാണ്. അത് ഏകദേശം മോദി ചെയ്തിട്ടുണ്ട്. ഒരു 6 പേജ് വരുന്ന പത്രക്കുറിപ്പ് ഇന്നലെ നരേന്ദ്രമോദി ഇറക്കിയിട്ടുണ്ട്. അതിൽ പെട്രോളിന്, ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തു, എത്ര നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ കണക്കുമുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം 6:30 മണിക്ക് മുഖ്യമന്ത്രിമാരുടെ എല്ലാം യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ മമതാ ബാനർജി ഒഴിച്ച് ബാക്കി എല്ലാവരും പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മമതാ ബാനർജി ചൂടായി നിൽക്കുകയാണ്. മമതാ ബാനർജി ഈ കോൺഗ്രസ്സുകാരൻ കണ്ട സ്വപ്നം പോലെയാണ്. എൻ്റെ ദൈവമേ, ഇപ്പോൾ ലോക്ക്ഡൗൺ വരും, നോട്ട് ബന്ദി വരും, വോട്ട് ബന്ദി വരും എന്നൊക്കെ പറഞ്ഞ് കച്ചറ പ്രസംഗമൊക്കെ പറഞ്ഞ് ഇപ്പം അലമുണ്ടാക്കി നടക്കുക. അവർ മീറ്റിങ്ങിൽ വരില്ല, കാരണം അവർക്ക് നേരെ വർത്താനം പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല.
ബാക്കി മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്നും കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കുമെന്നും ഞാൻ കരുതുന്നു. ഗ്യാസിന് നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്, അതിൻ്റെ കപ്പലുകൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ആ ഫ്ലോ ഒന്ന് സ്മൂത്ത് ആവാനുണ്ട് ഇൻഡസ്ട്രിയൽ ഗ്യാസിൻ്റെ. ഡൊമസ്റ്റിക് ഗ്യാസിന് യാതൊരു പ്രയാസവും ഇല്ലതാണ്. പിന്നെയും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റേക്കൊന്നുമില്ല. വെറുതെ ഇവരോട് പറഞ്ഞാൽ അവർ നമ്മൾ യുദ്ധം നിർത്തി ചേട്ടാന്ന് എനിക്ക് സൗകര്യമില്ല താൻ പോടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ. വല്ലവൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞിട്ട് തനിക്കെന്ത് കാര്യം? ഞാൻ തന്നെ മിസൈലൊന്നും അയച്ചില്ല, തമ്മൻ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് സമാധാനം പറയുന്നത്? അല്ല ഞാൻ മഹാത്മാഗാന്ധിയും ബുദ്ധനെയൊക്കെ അവിടെ വെച്ചു എന്നിട്ട് പാട് നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് മോദി അതിലൊന്നും പോകാൻ പോകുന്നില്ല. ഒന്ന് പറഞ്ഞു, ഒന്ന് ഫോൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ആ പ്രശ്നത്തിൽ മോദി തലവെക്കുകയില്ല. തലവെക്കണമെങ്കിൽ ആ പ്രശ്നം തീരും എന്നുള്ള ഒരു സിഗ്നൽ വരണം. അങ്ങനെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നതിനൊരു അന്തസ്സുണ്ട്. അതല്ലാതെ വെറുതെ കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാരോട് വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ കച്ചറ ഉണ്ടാക്കട്ടെ, അവർ തന്നെ ഒരു തീർപ്പുണ്ടാക്കട്ടെ. താങ്ക് യു.